നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തു ഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് നല്ല വീടുകൾ, ഞാൻ ചെയ്ത നല്ല വീടുകളെ പറ്റി അവതരിപ്പിക്കുകയുണ്ടായി. അതിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ഒരു വീടിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ 2003 ഞാൻ പണിത ഒരു 4 കെട്ടാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമുക്ക് ഇന്ന് പോകേണ്ടത്. ഈ വീടിനെ പറ്റിയുള്ള ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, ഇത് ഒരു കേരളീയ തനിമയോടുകൂടി കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയും അതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യവും, അല്ലെങ്കിൽ ആ കേരളത്തിൻ്റെ തനതായ വാസ്തുവിദ്യയും അതോടൊപ്പം അതിൻ്റെ നിർമ്മാണത്തിലുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പണിത ഒരു നല്ല 4 കെട്ടാണ്. 2003 പണിതതാണ്. അപ്പോൾ ഇത് കാണുന്നവർ അതിൻ്റെ ആ കാലഘട്ടത്തിൻ്റെ വ്യത്യാസം, അപ്പോൾ ഇത്രയും വർഷം, ഏതാണ്ട് 22 വർഷത്തോളം പാരമ്പര്യമുള്ള പഴക്കമുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഈ വീട് വളരെ എനിക്ക് പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടെങ്കിലും ഈ പരിമിതമായ സമയം കൊണ്ട് ആ വീട്ടിൻ്റെ ചെറിയ രീതിയിലുള്ള വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈ വീടിനെ പറ്റി നമ്മൾ അതിൻ്റെ വാസ്തുവിദ്യയുടെ കണക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് ഒരു കാര്യം ഓർമ്മിക്കാനുണ്ട്. കാരണം പലപ്പോഴും ഈ മണ്ണടിഞ്ഞു കൊണ്ടിരുന്ന വാസ്തുവിദ്യ, കേരളത്തിൻ്റെ തനതായിട്ടുള്ള വാസ്തുവിദ്യയെ പറ്റി നമ്മൾ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ ഇതിന് കുറച്ച് പ്രചാരം കൂടിയതോടുകൂടി ഈ നമ്മൾ ഏത് സോഷ്യൽ മീഡിയ എടുത്താലും TV ചാനൽ എടുത്താലും നമുക്ക് വാസ്തുവിദ്യയെ പറ്റി ആവശ്യം ഉള്ളതും ഇല്ലാത്തതുമായ ഒരുപാട് ചിന്താഗതികൾ ആൾക്കാരുടെ ഇടയിൽ, നല്ലതും ചീത്തയും, ഇതൊരു അന്ധവിശ്വാസത്തിൻ്റെ ശാസ്ത്രമാണോ, ഇത് ആവശ്യമുണ്ടോ എന്ന് കുറേ പേരെങ്കിലും സംശയിക്കുന്ന ഒരു രീതിയിലേക്ക് അത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഈ സംരംഭം ഞാൻ 2 ലക്ഷ്യങ്ങളാണ് അതിനകത്ത് വയ്ക്കുന്നത്. ഒന്ന്, ഞാൻ ഇതിലേക്ക് യാദൃച്ഛ്യമായിട്ട് ഇറങ്ങിയ പല കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച് അത് ആവർത്തിക്കുന്നില്ല, എങ്കിലും ഒന്നുകൂടി ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്നത്, എൻ്റെ ഈ ഉദ്യമം എന്ന് പറഞ്ഞത് ഒരു ഗൃഹനിർമ്മാണം മാത്രമല്ല എൻ്റെ ലക്ഷ്യം. ഇതിനകത്ത് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അന്ന് മുതൽ ഇന്ന് വരെ ഞാനിത് പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും എൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ മേഖലയിലോട്ട് ഇറങ്ങി വാസ്തുവിദ്യ പഠിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ വന്നിട്ടുള്ള ഏതൊരു വീടും പൂർണ്ണമായിട്ടും വാസ്തുവിദ്യയുടെ തച്ചുശാസ്ത്ര അളവുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്, അതിൻ്റെ നിർമ്മാണത്തിൽ കേരളീയ തനിമയോടുകൂടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പത്മനാഭപുരം കൊട്ടാരവും അതുപോലെ കൃഷ്ണപുരം പാലസും അതുപോലുള്ള പഴയ മനകളും ഒക്കെ നോക്കുന്ന ആ ഒരു പ്രത്യേക ഭംഗി ഞാൻ ചെയ്ത വീടുകൾക്ക് ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരും അതോടൊപ്പം ഞാൻ ചെയ്തു കൊടുത്ത വീട്ടിൽ താമസിക്കുന്നവരുമാണ് എന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇനി നമുക്ക് ആ വീടിൻ്റെ വാസ്തുവിദ്യയിലേക്കും അതിൻ്റെ കണക്കുകളിലേക്കും അതിൻ്റെ നിർമ്മാണത്തിലേക്കും കടക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു 4 കെട്ടാണ്. ഈ 4 കെട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് മുതൽ, ആ സ്ഥലം ഞാൻ ചെന്ന് കണ്ടത് മുതൽ ആ പ്ലാൻ വരച്ച് അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കി 22 വർഷം ആയി. അതിൽ താമസിക്കുന്നവരുടെ അനുഭവം കൂടി വെച്ചും കൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്ക് തീർച്ചയായിട്ടും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള വീടുകൾ പണിത് ആ വീട്ടിൽ അതിൻ്റെ ശാസ്ത്രവിധി പ്രകാരം കണക്കുകൾ ഉൾപ്പെടുത്തി അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ആ വീട്ടിൻ്റെ ഒരു നിർമ്മാണ ശൈലിയും കൂടെ ഉൾപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ അതിൽ താമസിക്കുന്നവരുടെ അനുഭവം കൂടെ നമ്മൾ ഇതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇന്ന് ഈ എൻ്റെ വീട് പ്ലാനും എന്നുള്ള ഇതിൽ എനിക്ക് അത്രത്തോളം വിശാലമായിട്ട് പോകാനുള്ള സമയക്കുറവുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ചെയ്ത വീടുകളുടെ ഓരോ വീട്ടുടമസ്ഥൻ്റെ അനുഭവങ്ങളും കൂടി വരും ദിവസങ്ങളിൽ ഞാനത് അവതരിപ്പിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ ശാസ്ത്രവിധി അനുസരിച്ചിട്ടുള്ള കണക്കും കാര്യങ്ങളിലേക്കും നമുക്ക് ആദ്യമായിട്ട് പരിശോധിക്കാം. വാസ്തുവിൻ്റെ പ്രധാന ഒരു തത്വം എന്തെന്ന് വെച്ചാൽ, നമ്മളൊരു വീട് പണിയുമ്പോൾ ആദ്യം ആ വീട് പണിയുന്ന സ്ഥലത്തിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്.
ഞാൻ ഈ വീടിനെ സംബന്ധിച്ച് അത് പറയാം. ഇത് ഞാൻ ആ സ്ഥലം പോയി കാണുമ്പോൾ 18 സെൻറ്റാണ് ഈ ലാൻഡ് ഏരിയ. അപ്പോൾ 18 സെൻറ്റുള്ള ആ ഒരു ഭൂമി ഞാൻ കാണുമ്പോൾ അത് ശരിക്കും വളരെ ചരിഞ്ഞ് കുത്തനെ കിടക്കുന്ന ഒരു വസ്തുവായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ മുകൾ വശത്തൂടെ ഒരു റോഡുണ്ട്. ആ സിറ്റിക്കകത്തുള്ളതാണ്. ഏറ്റവും ജനത്തിരക്കുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. അപ്പോൾ ആ നേരെ ഈ പ്ലോട്ടിലേക്ക് വരുമ്പോൾ അത് അതിൻ്റെ ചരിവിനെ ആദ്യം ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കിഴക്ക് നിന്ന് വടക്കോട്ട് ചരിഞ്ഞ ഒരു ഭൂമിയാണ്. അതോടൊപ്പം തെക്ക് നിന്ന് വടക്കോട്ടും ഒരു ചരിവുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശാസ്ത്രവിധി പ്രകാരം ഏറ്റവും ഉത്തമമായ ഒരു ഭൂമിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ എനിക്ക് ചെന്നപ്പോൾ തന്നെ അത് മനസ്സിലായി. ഞാൻ അത് ആ വീട്ടുടമസ്ഥൻ്റെ അടുത്തും പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു പറമ്പിലാണ് നമ്മൾ ഏറ്റവും നല്ല ഐശ്വര്യമുള്ള വാസ്തുപരമായിട്ടുള്ള വീട് ചെയ്താൽ ഗുണം വരുന്നത്. അപ്പോൾ അത് പ്രകൃതി തന്നെ അതിനനുസരിച്ചുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ വീട് ആദ്യമായിട്ട് ഞാൻ അവിടെ ഇപ്പോൾ പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു പ്രധാന കാര്യം. ഇനി ആ വീട്ടിൻ്റെ വാസ്തു അളവുകളിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ ചുറ്റളവ് 84 കോല് 8 അങ്കുലമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദീർഘം 21 കോൽ 10 അങ്കുലവും വിസ്താരം 20 കോൽ 8 അങ്കുലമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയാം. ദീർഘവിസ്താരം പറയുമ്പോൾ 21 കോൽ 10 അങ്കുലം അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1542 സെൻറ്റിമീറ്ററും വിസ്താരം 20 കോൽ 18 അങ്കുലം എന്ന് പറയുമ്പോൾ 1412 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വിസ്താരമായിട്ട് വരുന്നത്. അങ്ങനെ ചുറ്റളവ് 84 കോൽ 8 അങ്കുലം ഒരു കണക്കാണ് അതിൻ്റെ പര്യന്ത ചുറ്റ്, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഭാഷയിൽ പറഞ്ഞ ആരുടെ ചുറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ 84 കോൽ 8 അങ്കുലമാകുമ്പോൾ അതിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ പഞ്ചയോനിയാണ്. അത് കിഴക്ക് വീടും പടിഞ്ഞാറ് ദർശനമായിട്ട് ഒരു കണക്ക് കൊടുക്കാം. ഒന്ന്. രണ്ടാമത്, ഈ നാലുകെട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദർശനം മാത്രമല്ല, അതിൽ ഇത് എനിക്ക് അങ്ങനെ കിട്ടിയത് കൊണ്ട്, എനിക്ക് ആ പ്ലാൻ വരയ്ക്കാൻ അത് സൗകര്യം കിട്ടിയത് കൊണ്ട്, അത് കുറേ കൂടെ ഉത്തമമായതുകൊണ്ടാണ് അതിലേക്ക് ഞാൻ പോയത്. അതിൻ്റെ വരവെന്ന് പറഞ്ഞാൽ ആയം 2ഉം വ്യയം 1ഉം ഉത്തമമായ ഒരു കണക്കിലേക്ക് എനിക്കത് ഒരു പ്ലാന് കൊണ്ടെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പുറമേയുള്ള പര്യന്ത ചുറ്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് അതിൻ്റെ ഇൻസൈഡുള്ള ഓരോ റൂം ബേസിലുള്ള അളവുകളെ പറ്റിയാണ് ഇനി വിശദമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഒരു കാർപോർച്ചായിട്ട് അതിനകത്ത് കാണാം. അത് ഒരു പ്രൊജക്ഷൻ, അത് പ്രത്യേകം കണക്കിലാണ് ഇട്ടേക്കുന്നത്. അത് ആരുടെ ചുറ്റിൽ കണക്ക് കൂട്ടിയിട്ടില്ല, അത് സെപ്പറേറ്റ് കണക്ക് കൂട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു എൽ ഷേപ്പിന് ഒരു വരാന്തയുണ്ട്. ആ എൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ വീതി എന്നുള്ളത് 144 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വിസ്താരം, ആ വരാന്തയുടെ വീതി ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് എൽ ഷേപ്പിന് നമുക്ക് വീടിൻ്റെ 2 സൈഡ്, ഫ്രണ്ട് വശവും അതേപോലെ തന്നെ നമുക്ക് തെക്ക് വശത്ത് അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത് വരുന്നത് മെയിൻ ഡോർ കഴിഞ്ഞിട്ട് വേറെ കയറുന്ന ഒരു വിശാലമായിട്ടൊരു ഹാളിലേക്കാണ്, ഡ്രോയിങ് റൂം. അതിൻ്റെ അളവെന്ന് പറയുന്നത് 10 കോൽ 2 അങ്കുലവും 5 കോൽ 10 അങ്കുലമായിട്ടുള്ള ഒരു കണക്കിലാണ്. അത് സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 726 സെൻറ്റിമീറ്റർ ഇൻറ്റു 390 ഈ ഡ്രോയിങ് ഹാളിലുള്ളത്. ആ ഡ്രോയിങ് ഹാളിൻ്റെ ഒരറ്റത്ത് കൂടെയാണ് ഒരു സ്പൈറൽ സ്റ്റെയർ മുകളിലോട്ട് കയറുന്നത്. അത് കഴിഞ്ഞിട്ട് നേരെ കാണുന്നതാണ് ഒരു കോർട്ട്യാർഡ്. ആ കോർട്ട്യാർഡിൻ്റെ അളവാകുമ്പോൾ 4 കോൽ 10 അങ്കുലം 3 കോൽ 18 അങ്കുലം. സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 270 സെൻറ്റിമീറ്റർ ഇൻറ്റു 318 ആണ്. ഈ കോർട്ട്യാർഡ് നമ്മൾ എപ്പോഴും, ഞാൻ ഇത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, എപ്പോഴും കോർട്ട്യാർഡ് കൊടുക്കണമെങ്കിൽ അത് ധ്വജയുടെ കണക്കിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. പക്ഷേ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അളവുകൾക്ക് മാത്രമല്ല, അതിനെ ഒരു കേരളീയ ഒരു വാസ്തുവിദ്യ അനുസരിച്ചിട്ട് പഴയ കാലത്തുള്ള നടുമുറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നല്ല 4 പില്ലറും അതോടൊപ്പം അതിന് ചുറ്റും നമ്മൾ ഗ്ലാസിൻ്റെ ഒരു പ്രത്യേക ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ വർക്കും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു അങ്കണം വരുന്നുണ്ട്. ആ അങ്കണത്തിൽ നിന്നാണ്
റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഒരു മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത്. ആ ബെഡ്റൂമിൽ അതിൻ്റെ അളവെന്ന് പറഞ്ഞത് 6 കോൽ 2 അങ്കുലവും 5 കോൽ 10 അങ്കുലവുമാണ് ആ ബെഡ്റൂമിൻ്റെ അളവ്. അത് കഴിഞ്ഞ് ആ ബെഡ്റൂമിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഡ്രസ് ഏരിയ വിത്ത് ടോയ്ലറ്റ്. കാരണം അവിടെ നമുക്കൊരു അതിനുള്ള ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് അത് ഭംഗിയായിട്ട്, ഞാൻ 2003 ഒരു പ്ലാനിൻ്റെ കാര്യമാണ് പറയണമെന്ന് ഓർക്കണം. അന്ന് മുതലേ ഞാൻ എൻ്റെ ഒരു വീട്ടിൽ വെറും വാസ്തുവിൻ്റെ കണക്കുകൾ മാത്രമല്ല, അതിൻ്റെ ആധുനിക രീതിയിൽ അതിൻ്റെ സൗകര്യങ്ങൾ, അതിൽ താമസിക്കുന്നവരുടെ അതും കൂടെ ഉൾപ്പെടുത്തി നല്ല രീതിയിലുള്ള വീടുകൾ പണിതു കൊടുത്ത ഒരു പാരമ്പര്യം എനിക്ക് അവകാശപ്പെടാനുണ്ട്. അതും കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്. മൂന്നാമത് വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം. ഇപ്പോൾ 2 ബെഡ്റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. അതിൽ രണ്ടാമത്തെ ബെഡ്റൂം എന്നുള്ള കോർട്ട്യാർഡിൻ്റെ അങ്കണത്തിൻ്റെ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഒരു ബെഡ്റൂം, അത് 366 × 390 സെൻറ്റിമീറ്ററാണ്. അത് 5 കോൽ 10 അങ്കുലം, അതും 5 കോൽ 2 അങ്കുലം എന്നുള്ള ഒരു ചുറ്റളവിലാണ് ആ ബെഡ്റൂം. അതിലും ഒരു ഡ്രസ് ഏരിയ വിത്ത് ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലും ഈ ടോയ്ലറ്റൊക്കെ തന്നെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള കണക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് പിന്നെ വരുന്നത് കോർട്ട്യാർഡിൻ്റെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഡൈനിങ് ഹാളാണ്. വിശാലമായിട്ടുള്ള വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അതിൻ്റെ അളവാണെങ്കിൽ 7 കോൽ 10 അങ്കുലവും 4 കോൽ 18 അങ്കുലവും. സെൻറ്റിമീറ്ററിൽ പറയുകയാണെങ്കിൽ 342 × 534 എന്നുള്ള ഒരു അളവിലാണ് ഡൈനിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ പിന്നെ കാണുന്നത് കിച്ചണാണ്. കിച്ചൺ 2 ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒന്ന് ഒരു ചെറിയൊരു വർക്ക് ഏരിയയും മെയിൻ കിച്ചണുമായിട്ട്. ആ മെയിൻ കിച്ചൺ അളവെന്ന് പറഞ്ഞാൽ 4 കോൽ 18 അങ്കുലവും 5 കോൽ 18 എന്ന് പറഞ്ഞാൽ 414 × 342 എന്നുള്ള അളവാണ് കിച്ചണിന് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ഉണ്ട്. ആ വർക്ക് ഏരിയ പിന്നെ കഴിഞ്ഞ് ഈ കിച്ചണിൻ്റെ ഒരു സൈഡിൽ കൂടി നമുക്കൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് പൂജാമുറിയുണ്ട്. ഈ കിച്ചൻ്റെ സൈഡിൽ കൂടെ ഒരു സ്പേസിലാണ് നമ്മൾ വീട്ടിനകത്ത് നിന്ന് വെള്ളം കോരുന്ന രീതിയിൽ പഴയ നമ്മൾ ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന, അതൊരു ഇതിനു വേണ്ടി ചെയ്തതാണ്. ഇന്ന് അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മറ്റുള്ളവർ വിലയിരുത്തുക. എങ്കിലും ആ വീട്ടുടമസ്ഥന് ആ പഴമ ഒന്ന് തോന്നിക്കുന്ന രീതിയിൽ മരം കൊണ്ടുള്ള ഒരു കപ്പി റാട്ട് ഉപയോഗിച്ച് വീട്ടിനകത്ത് നിന്ന് തന്നെ വെള്ളം കോരത്തക്ക ഒരു കിണറും തയ്യാറാക്കി അങ്ങനെയാണ് വീട് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഴയ കാലത്തുള്ള നിർമ്മാണത്തെ കൂടി അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ അവർ താല്പര്യവും കൂടെ നോക്കി അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്ത ഒരു വീടാണ്. അപ്പോൾ ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നമ്മുടെ ഒരു വീടിൻ്റെ വാസ്തുവിശേഷങ്ങൾ. നമുക്ക് ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വാസ്തുപരമായ കണക്കുകളിലേക്ക് പോകാം. സ്റ്റെയർ കയറി നേരെ വരുന്നത് ഒരു വിശാലമായിട്ടുള്ള ഒരു ഡ്രോയിങ് എന്ന് വെച്ചാൽ ഒരു ലിവിങ് സ്പേസ് ആണ്. അത് 582 × 390 എന്നുള്ള ഒരു കണക്കിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് അത് താഴെ ഉള്ളതുപോലെ തന്നെ മുകളിൽ ഒരു ബെഡ്റൂമുണ്ട്. ഇവിടെയും മുകളിൽ 2 ബെഡ്റൂമാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരല്ലാതെയുണ്ട്. അപ്പോൾ ഇതിൽ മാസ്റ്റർ ബെഡ്റൂം എന്ന ആ അളവെന്ന് പറയുന്നത് 7 കോൽ 2 അങ്കുലവും 5 കോൽ 10 അങ്കുലവും ഉള്ള ഒരു കണക്കിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിലും ഒരു ഡ്രസ് ഏരിയ വിത്ത് ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് അതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ബെഡ്റൂമുണ്ട്. 6 കോൽ 2 അങ്കുലവും 5 കോൽ 10 അങ്കുലവും. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 390 × 438 എന്ന അളവാണ്. അതിലും ഡ്രസ്സും ടോയ്ലറ്റും ഉള്ള സൗകര്യങ്ങൾ ഉണ്ട്. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ കോർട്ട്യാർഡ്, ഫസ്റ്റ് ഫ്ലോറിലുള്ള കോർട്ട്യാർഡ്. താഴെ കോർട്ട്യാർഡിൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിച്ചു. ഫസ്റ്റ് ഫ്ലോറിൽ ആ കോർട്ട്യാർഡും അതിൻ്റെ പില്ലേഴ്സും, ആ കോർട്ട്യാർഡിൽ തന്നെ നമുക്ക് ഒരു ഗ്രില്ലിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ ആൾക്കാർ കള്ളന്മാർ അകത്തോട്ട് ഇറങ്ങാത്ത രീതിയിൽ ഒരു ഗ്രില്ല് കൊടുത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സീൻ ബിലോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി താഴത്തെ ഡൈനിങ്ങിലാണ് ആ സീൻ ബിലോ കാണിച്ചിട്ടുള്ളത്. അതും ഈ വീട്ടിൻ്റെ ഒരു ആകർഷണ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ട്. 2 ബാൽക്കണി ഉണ്ട്. ഒന്ന് നേരെ ഫ്രണ്ടിൽ വരുന്ന വടക്കോട്ട് ഉള്ള ഒരു ബാൽക്കണിയും, പിന്നെ ഒന്ന് നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു ചെറിയ ബാൽക്കണി. അതിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റോഡ് ആ സൈഡിലോട്ട് വരുമ്പോൾ എലിവേഷൻ കുറേ കൂടി ഭംഗിയായിട്ടുണ്ട്.
പിന്നെ നമുക്ക് സ്റ്റെയർ കയറിയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ റോഡിലേക്കുള്ള ഒരു കാഴ്ചയും നമുക്ക് ഭംഗിയായിട്ട് കാണാനായിട്ട് ഈ ബാൽക്കണി നമുക്ക് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതുവരെ സൂചിപ്പിച്ചത് ഇതിൻ്റെ വാസ്തുപരമായ കണക്കും അതിൻ്റെ കാര്യങ്ങളിലേക്കാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയറിന്, ഇപ്പം നമ്മളൊരു വീട് പണിത് വെറുതെ ശാസ്ത്രവിപ്രകാരം കണക്കുകൾ മാത്രം പറഞ്ഞ് ഒരു പ്ലാൻ വരച്ച് കൊടുക്കുന്ന ഒരു രീതിയല്ല എനിക്കുള്ളത്. അത് പൂർണ്ണമായിട്ടും പൂർത്തിയാക്കി അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് അടക്കം എന്ന് പറഞ്ഞാൽ പ്ലാൻ, സ്ഥലം കണ്ട് പ്ലാൻ വരച്ച് അതിൻ്റെ കൺസ്ട്രക്ഷൻ ചുമതല ഏറ്റെടുത്ത് അതോടൊപ്പം തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് വെച്ചാൽ അർജുൻ ആൻഡ് അസോസിയേറ്റ്സ് തന്നെയാണ് ഈ വീടുകളുടെ എല്ലാത്തിൻ്റെയും ചുമതല ഏറ്റെടുത്ത് ചെയ്തിരിക്കുന്നത്. അത് ഇതിൽ ഇൻറ്റീരിയർ ഓരോ വീടിൻ്റെയും ആ വീട്ടിൻ്റെ നിർമ്മാണ ശൈലിക്ക് അനുസരിച്ചിട്ടുള്ള ഫർണിച്ചർ അടക്കം നമ്മളത് പ്ലാൻ ചെയ്ത് അത് കുറച്ചൊക്കെ നമ്മൾ നേരിട്ട് ചെയ്യുന്നുണ്ട്, കുറേ നമുക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തേക്കും തടിയിലാണ് മൊത്തം ഈ വീട് പണിതിരിക്കുന്നത്. അതിൻ്റെ ജനൽ വാതിൽ മുതൽ അതിൻ്റെ ഫർണിച്ചർ എല്ലാം തന്നെ തേക്കിലും ഈട്ടിയിലും ഉള്ളതാണ്. അപ്പോൾ ഇത് കുറച്ച് ഒരു ആയിട്ടുള്ള, കാരണം ഇപ്പം ഞാനിപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് എനിക്ക് പറയാനുള്ള സമയക്കുറവുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എങ്കിലും ഇതിലേക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് ഒന്ന് നമുക്ക് ഓടിച്ച് നോക്കാം. അതിൽ ആദ്യം നമുക്ക് വന്നു കയറുന്ന ഒരു സ്വീകരണ മുറി. ആ സ്വീകരണ മുറിയിൽ അതിന് അനുയോജ്യമായിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ ഒരു വീടിൻ്റെ വാസ്തുവിദ്യ പറയുന്നതോടൊപ്പം തന്നെ ആ വീടിൻ്റെ ഇൻറ്റീരിയർ അതെങ്ങനെ നമുക്ക് മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഈ സ്വീകരണ മുറിയിൽ നിന്ന് നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആവശ്യത്തിന് കർട്ടൻ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ച് കർട്ടൻ്റെ ഭംഗി, അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ, അതോടൊപ്പം അതിൽ കൊടുത്തിരിക്കുന്ന ഫർണിച്ചറിൻ്റെ അറേഞ്ച്മെൻറ്റ്, സോഫ സെറ്റ് ഒക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് കാണാൻ പറ്റും. ആ വീടിനോട് അനുയോജ്യമായിട്ടുള്ള ആ ഒരു ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ അതിൽ ഒരു ആനക്കൊമ്പ് പോലുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള, അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിമനോഹരമായിട്ട് ഒരു വീട്ടിൻ്റെ ഭംഗി കൂട്ടുന്നതിനനുസരിച്ചിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് അതും ഇതിൽ നിന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഡ്രോയിങ് കണ്ട് ഒരു സൈഡിൽ കൂടെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. ആ സ്റ്റെയർ ഒരു സ്പൈറൽ, ആദ്യം കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് മുകളിൽ പോകുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിലാണ് നമുക്ക് ഈ സ്വീകരണ മുറി അല്ലെങ്കിൽ ഡ്രോയിങ് ഹാള് അത് കാണുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ കാണുന്നത് കോർട്ട്യാർഡാണ്. കോർട്ട്യാർഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതും കൃത്യമായിട്ട് നമുക്ക് പഴയ കാലത്തുള്ള ആ നിർമ്മാണ ശൈലിയെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അത് മനോഹരമായിട്ടുള്ള തൂണുകൾ, പില്ലേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു പൂജാമുറിയുണ്ട്. ആ പൂജാമുറിയിൽ നല്ല ഇതായിട്ടുള്ള പെയിൻറ്റിങ്സ്, ആ പൂജാമുറിയും ആ പെയിൻറ്റിങ്സും അതിൽ കാണുന്ന ആ വർക്കുകളൊക്കെ നമുക്ക് നോക്കണം. ഒരു വീടിൻ്റെ ജീവൻ തുടിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് എത്രത്തോളം നമുക്ക് അതിനകത്ത് ഒരു തൃപ്തി വരുന്ന രീതിയിലാണ് അത് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഒരു ഡൈനിങ് സ്പേസാണ്. ആ ഡൈനിങ് സ്പേസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ഡബിൾ ഹൈറ്റിൽ വരുന്ന, അതിൻ്റെ താഴെയാണ് ഈ ഡൈനിങ് സ്പേസ് വരുന്നത്. അത് ഭംഗിയായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന നേരെ പോകുന്ന അടുക്കളയാണ്, കിച്ചൺ. ആ കിച്ചണും നല്ല തേക്കും തടിയിൽ ചെയ്ത് ടീക്കുഡിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുത്ത് പോളിഷ് ചെയ്ത് 2003 കിട്ടിയിരിക്കുന്ന അന്നത്തെ ഒരു ശൈലിയിലുള്ള ടൈൽസും മാർബിളും അതിൻ്റെ ഇൻറ്റീരിയർ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ നമുക്ക് ഈ വീടിൻ്റെ ആ കിച്ചൺ തന്നെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കൂടാതെ പിന്നെ വരുന്നത് ഒരു ബെഡ്റൂമാണ്. അതിൽ സൈഡ് ടേബിളും ഡ്രസ് ഏരിയയും മറ്റുമൊക്കെ അത് ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നമുക്ക് ഈ വീട്ടിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വീട്ടിനകത്ത് നിന്ന് വെള്ളം കോരുന്ന രീതിയിൽ ഒരു കിണർ. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് നമുക്ക് പഴയ കാലത്തുള്ള ഒരു റാട്ട് പോലെ മരം കൊണ്ടുള്ള ഒരു സാധനം ചെയ്ത് അതിലൊരു കിണർ. അപ്പോൾ നമുക്ക് അതെന്തെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ സിറ്റിക്കകത്ത് ഇപ്പോൾ നമ്മൾ കിണർ വെള്ളം ഉപയോഗിക്കുന്ന ഒരു അപൂർവമാണ്. എങ്കിലും
അങ്ങനെ ഇത് നല്ല ശുദ്ധമായിട്ട് വെള്ളം കിട്ടുന്ന, അവിടെ മറ്റു തരത്തിലൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് നല്ല ഒരു കിണർ അവിടെ കിട്ടി. അതിനും ഭംഗിയായിട്ട് നമ്മൾ ചെയ്ത് വീട്ടിനകത്തുനിന്ന് അത് കോരുന്ന രീതിയിലുള്ള സംവിധാനം അതും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ കോർട്ട്യാർഡിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപോലെ അതിൽ ഗ്രില്ലിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇൻറ്റീരിയറുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ അതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഈ വീടിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ വാസ്തുവിദ്യയ്ക്കും പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ നിർമ്മാണത്തിൽ പൊതുവെ സ്വീകരിച്ചിട്ടുള്ള ഒരു ഭംഗി, ലാൻഡ്സ്കേപ്പിങ്, അതിൻ്റെ ഗാർഡൻ, പിന്നെ അതിർത്തി അല്ലെങ്കിൽ മന, നമ്മളൊരു വാസ്തുവിൻ്റെ കണക്കനുസരിച്ചിട്ട് അതുമൊക്കെ ഇതിനകത്ത് ഈ വീട്ടിനെ പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഞാൻ നേരത്തെ സൂചിച്ചപോലെ തെക്കുന്ന് വടക്കോട്ട് ചരിഞ്ഞതും കിഴക്കുന്ന് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചരിഞ്ഞതുമായിട്ടുള്ള ഒരു ഭൂമിയായിരുന്നു ഞാൻ ആദ്യം ചെന്ന് നോക്കുമ്പോൾ കണ്ടത്. അതിനനുസരിച്ചിട്ട് കോമ്പസ് വെച്ച് ആ വീടിനെ കറക്റ്റ് ദർശനം കണക്കാക്കി അതേ ദർശനത്തിനനുസരിച്ച് പ്ലാന് തയ്യാറാക്കി അതിനനുസരിച്ചിട്ട് വീടും പണിത് അതിനോട് കൂടെ തന്നെ നമുക്കൊരു അതിർത്തി നിർണ്ണയം, കാരണം പറമ്പ് വേറൊരു ഷേപ്പിൽ ഉള്ളതായതുകൊണ്ട് കൃത്യമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള അതിർത്തിയും കൂടെ ഇതിനകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും, വ്യക്തമായിട്ട് അത് കാണാം. ആ 2 വരാന്ത വരുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ബൗണ്ടറി കെട്ടി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് ഉയർത്തി അത് കാണുന്നുണ്ട്. പിന്നെ റോഡിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കാർ ഇറങ്ങി വരാനുള്ള ഒരു ഗേറ്റും ഒരു പടിപ്പുരയും, നമുക്ക് ആ പടിപ്പുരയും ഇതിനോടനുബന്ധിച്ച് നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് റോഡിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പടിപ്പുര, അത് ഞാൻ പറഞ്ഞല്ലോ പഴയ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ 2003 പണിത ഒരു വീടാണ്. അന്ന് ചെയ്ത വീട്ടിൻ്റെ ഈ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത്. ഇന്ന് ഇതേപോലെ തന്നെ ആ വീട് ഇപ്പോഴും സംരക്ഷിച്ച് നീറ്റായിട്ട് അത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുറ്റത്ത് വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ കൂടി അതിൻ്റെ നേരെ താഴെയാണ്, അതിൻ്റെ സെല്ലാർ പോർഷനിലാണ് ഇതിൻ്റെ കാർ പാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഏതുകൊണ്ട് നോക്കിയാലും ഈ വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ്. പിന്നെ അതിൻ്റെ പുറമേയുള്ള കാഴ്ചയിൽ ഞാൻ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഒന്ന്, ഇതിൽ ഒരു ബാൽക്കണി കാണുന്നുണ്ട് ഫ്രണ്ട് പോർഷനിൽ വടക്ക് ഭാഗത്ത്. ആ ബാൽക്കണിയിൽ നമുക്ക് നല്ല രീതിയിലുള്ള കുതിരക്കാല് കൊടുത്ത് അതിനെ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ അതിൽ കാണുന്ന എല്ലാ ഗേബിളും മുഖപ്പും നമുക്ക് മനോഹരമായിട്ട് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ നമുക്ക് വരുന്നത് വടക്കോട്ടും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്, അതും ഭംഗിയായിട്ട് ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഒരു നല്ല മനോഹരമായിട്ടുള്ള വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു നല്ല വീടാണെന്ന് ഞാൻ നിങ്ങളുടെ ഇതുവരെയുള്ള ഇതൊന്ന് സൂചിപ്പിക്കുകയാണ്. ഇതുവരെ ഞാൻ ഈ വീടിൻ്റെ വാസ്തുവിദ്യപരമായിട്ടുള്ള കണക്കുകളും അതിൻ്റെ നിർമ്മാണ ശൈലിയും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. ഇനി ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ 100 കണക്കിന് വീടുകൾ ഞാൻ പണിത് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓരോ വീടും എൻ്റെ കലാസൃഷ്ടിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ കയ്യിൽ വരുന്ന ഒരു വീടിനെ അതെത്രയും നല്ല രീതിയിൽ അത് വാസ്തുപരമായിട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കേരളീയ ശൈലി, അതേപോലെ തന്നെ ആധുനിക രീതിയിലൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അതിൻ്റേതായ പിന്നെ പ്ലാന്, ഇൻറ്റീരിയർ, അതിൻ്റെ എക്സ്റ്റീരിയർ എല്ലാം പൂർത്തിയാക്കി കൊടുക്കാനുള്ള ഇതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകർ ആദ്യമായിട്ട് ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.